നിങ്ങളുടെ ചെറിയൊരു ശ്രദ്ധയിലേക്ക് ഞാനൊരു കാര്യം കൊണ്ടുവരാം. നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. വി ആർ ഓൾവേസ് സ്ക്രോളിങ്, വാച്ചിങ് റീൽസ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഒരു ദിവസം നമ്മൾ ഈ റീൽസ് വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ലൈക്സ് കൊടുക്കും? നമ്മൾ ചിലത് ലൈക്ക് ചെയ്യും, ചിലത് ഷെയർ ചെയ്യും, അല്ലേ? ചിലത് നമ്മൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും നമ്മുടേതായിട്ടുള്ള രീതിയിൽ. സോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഒരു ദിവസം എത്ര റീൽസ് കാണും? എന്നാ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ റീൽസ് കാണുന്ന മാത്രമല്ല, നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ റീലിന് പെട്ടെന്ന് ഡബിൾ ടാപ്പ് കൊടുത്തിട്ട് നമ്മളതിനെ ലൈക്ക് ചെയ്യും. ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ടൊന്ന് നോക്കിയേ. കാര്യം നമ്മളൊരു റീൽ അതിനെ കണ്ടിട്ട് നമുക്കത് പെട്ടെന്നൊരു ഇഷ്ടം തോന്നുമ്പോൾ, എനിക്കത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിലൊരു ഡബിൾ ടാപ്പ് കൊടുക്കുവാണ്, ലൈക്ക് കൊടുക്കുവാണ്. അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്യും. അതും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിലേക്ക്. അറിഞ്ഞൂടാത്ത ഒരു വ്യക്തിക്ക് നമ്മൾ എന്തെങ്കിലും റീൽസ് നമ്മൾ ഷെയർ ചെയ്യുമോ? ഇല്ല. നമുക്കറിയാമെന്നുള്ള ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് റീൽസ് ഷെയർ ചെയ്യുന്നതിനായിട്ടായിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. ഒരു ദിവസം ഒരു 50 ലൈക്സാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര റീൽസ് കാണുന്നുണ്ടാവും? കാണുന്ന എല്ലാ റീൽസിലും നിങ്ങൾ ലൈക്ക് കൊടുത്തു പോകത്തില്ലല്ലോ. അപ്പം നിങ്ങൾ മോർ ദാൻ 50 റീൽസ് നിങ്ങൾ പെർ ഡേ നിങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ശരിയായിട്ടുള്ളൊരു ചോദ്യം ഇവിടെയാണ് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ എത്ര ലൈക്സ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് പെർ ഡേ? നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെ റീൽസ് കണക്കാണ്. നമ്മൾ രാവിലെ ഉറക്കം എണീക്കുന്നത് മുതൽ നമ്മൾ നൈറ്റ് കിടക്കാൻ പോകുന്നത് വരെയും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റീൽസിൻ്റെ ഒരു ജോയിനിങ് ആണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിനകത്ത് നിങ്ങൾ എത്ര ലൈക്ക് കൊടുക്കും പെർ ഡേ? ചിന്തിച്ചിട്ടുണ്ടോ? പെർ ഡേ എത്ര ലൈക്സ് കൊടുക്കും? പെർ വീക്ക്, പെർ മന്ത്, പെർ ഇയർ? കൊടുത്തിട്ടില്ല. സ്വന്തം ലൈഫിനകത്ത് റീൽ കണ്ടിട്ട് നമുക്കുണ്ടാവുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സ്വന്തം ലൈഫിനകത്ത് പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു ഫീൽ ഉണ്ടായാലല്ലേ നമുക്ക് ലൈക്ക് കൊടുക്കാൻ പറ്റൂ. വാവ്, ഇൻട്രസ്റ്റിംഗ് എന്ന് തോന്നുന്ന, അതായത് റീൽ കാണുമ്പോൾ നമുക്ക് തോന്നും, വാവ്, സൂപ്പർ, അമേസിങ്, ഇൻട്രസ്റ്റിംഗ്, നമ്മൾ ലൈക്ക് കൊടുക്കും. ഒരു വാവ് മൊമെൻറ്റ് നമ്മൾ റീൽസിൽ കാണുന്നുണ്ട്. മൊബൈൽ സ്ക്രോൾ ചെയ്യുമ്പം വി ആർ ഓൾവേസ് സ്ക്രോളിങ് അവർ മൊബൈൽ ആൻഡ് വി ആർ വാച്ചിങ് ദ റീൽസ് ആൻഡ് വി ആർ ഷെയറിങ് ദ റീൽസ്, റൈറ്റ്? ബട്ട് ഒരു വാവ് മൊമെൻറ്റ് നമ്മുടെ ലൈഫിൽ ഇല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് എത്ര ലൈക്ക് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നത്. തിങ്ക്, നമ്മുടെ ലൈഫിൽ ഒരു വാവ് മൊമെൻറ്റ് സ്വന്തമായിട്ട് തോന്നാത്തതിൻ്റെ കാര്യം എന്താ? നമ്മളെവിടെയോ ലോക്ക്ഡാണ്. അത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ ലൈഫിനകത്തുള്ള പ്രയോറിറ്റീസ്. നമുക്ക് നമ്മളോടുള്ള പ്രയോറിറ്റി അത്രയേ ഉള്ളൂ. നമ്മുടെ പ്രയോറിറ്റി ഫുൾ വേറെ എന്തെല്ലോ കിടക്കുവാണ്. സോ പ്രയോറിറ്റി ഏതാണെന്ന് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തിടത്തോളം കാലം നിരാശരാകും. ഫസ്റ്റ് ടൈം ഓക്കെ, സെക്കൻഡ് ടൈം, തേർഡ് ടൈം ആകുമ്പം നമ്മൾ എന്ത് കാര്യം ചെയ്തിരുന്നാലും ഒരു മടുപ്പുണ്ടാകുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ യാത്രയാകും. സോ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ മസ്റ്റായിട്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. കയ്യിലിരിക്കുന്ന മൊബൈലിൽ നമ്മൾ കാണുന്ന മറ്റു വ്യക്തികളുടെ എഫേർട്ടിന് നമ്മൾ വാവ് മൊമെൻറ്റ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടത് സ്വന്തം ലൈഫിനകത്ത്, ഞാൻ ചോദിക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ഒരു ദിവസത്തേക്കെങ്കിലും നിങ്ങളുടെ ആക്ടിവിറ്റീസിനകത്ത് കൊടുക്കാൻ പറ്റുമോ? രാവിലെ എണീക്കും, ത്രൂ ഔട്ട് കാര്യങ്ങൾ ചെയ്യും, നൈറ്റ് കിടന്നുറങ്ങും. അപ്പം നൈറ്റ് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നേ സ്വയം ഒന്ന് ചിന്തിക്കുക, ഞാൻ എത്ര ലൈക്ക് ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റും? എൻ്റെ ഇന്നത്തെ ലൈഫിൽ എനിക്ക് എത്ര വാവ് മൊമെൻ്റ് ഉണ്ടായേ? ഇന്നത്തെ ലൈഫിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഡേയിൽ ഞാൻ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്? ഇനി ഇതുവരെയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു വാവ് മൊമെൻ്റ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ റീതിങ്ക്, ടൈമുണ്ട്, നന്നായിട്ടൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക.